ഞാൻ സിനിമ കണ്ടിട്ട് അവളുടെ അടുത്ത് സിനിമയെ പറ്റിയൊന്നും ഞാൻ പറയാറില്ല. അത്തരം ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല. വളരെ കുറവാണ്. അവൾ അഭിനയിച്ച കാര്യങ്ങളെ പറ്റിയൊന്നും നമ്മൾ സംസാരിക്കാറൊന്നുമില്ല. സിനിമ ഇഷ്ടമായെന്ന് വല്ലതും പറയുന്ന ഒരു വാക്കോ വരിയോ കൊണ്ട് പറയുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ സംസാരിക്കാറുള്ളത് മറ്റ് സിനിമകളെ പറ്റി കോമൺ ആയിട്ട് കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചർച്ച ചെയ്യുന്നൊക്കെ വരും. അല്ലാതെ അവളുടെ ജീവിതത്തിൽ അവളുടെ സിനിമകളെ പറ്റി ഞാൻ ഒരിക്കലും അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഡിസ്കഷനിലേക്ക് വരാറില്ല. അവൾ അങ്ങനെ എന്തിനാ അഭിനയിച്ചതെങ്കിൽ അത് അഭിനയിച്ചതാണ്, ഇത് അഭിനയിക്കാവോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇല്ല. നീ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ കനിയുടെ സിനിമകളെ പറ്റി സോഷ്യൽ മീഡിയയിൽ വരുന്ന അനാലിസിസുകളെ പറ്റി അങ്ങനെ എന്തെങ്കിലും വായിക്കാറൊക്കെ ഉണ്ട്? ഞാൻ കണ്ടാൽ അത് ഷെയർ ചെയ്യും. ഞാൻ അവളോട് ചെയ്യാവുന്ന ഒരു നീതി എന്ന് വിചാരിച്ചിട്ടാണത്. അതിപ്പോൾ ഞാൻ അവളോട് മാത്രമല്ല, അവളുടെ കൂട്ടുകാരായിരിക്കുന്ന എൻ്റെ പരിചയത്തിലുള്ള അഭിനയിക്കുന്നവരുടെ എല്ലാ സിനിമ ഒക്കെ ഞാൻ ഷെയർ ചെയ്യും. ആ കൂട്ടത്തിൽ ചെയ്യുന്നു. വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നമ്പർ കനിയുടെ ഒരു റിവ്യൂ ഒക്കെ ആരെങ്കിലും അയച്ചു തന്നാൽ അത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിൽ കവിഞ്ഞ് ഞാൻ അവളിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആകെ ചെയ്യുന്ന ഒരു അവളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ അവളെ ഒരു ഇൻ്റർവ്യൂ നടത്തിയാൽ ആ ഇൻ്റർവ്യൂ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം അവളുടെ സിനിമ ഞാൻ മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യുന്ന നിലവാരത്തിൽ ഒന്നും ചെയ്യാറില്ല. ആകെയുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു വിമർശനവും ഉന്നയിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് റിവ്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആളുകൾ ഡിസ്കസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്രയാണ് ഞാൻ ആ ലെവലിൽ ചെയ്യാറുള്ളത്. വേറെ ഒന്നും ചെയ്യാറില്ല. സിനിമകൾ കുറെ കാണുന്ന കൂട്ടത്തിലാണോ മൈത്രേയൻ? മലയാള സിനിമകൾ അല്ലെങ്കിൽ ലോക സിനിമകളൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ? ഒരുപാട് കാണുന്ന കൂട്ടത്തിലല്ല. ഈ പണ്ടായിരുന്നു പറഞ്ഞാൽ ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 10 സിനിമയൊക്കെയാണ് ഇറങ്ങാറുള്ളത്. അപ്പോൾ അത് മുഴുവൻ നമ്മൾ കണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഈ നാട്ടിൽ വരുന്ന ഒരുവിധം കിട്ടുന്ന എല്ലാ സിനിമയും കാണുമായിരുന്നു. അങ്ങനെ സിനിമ കാണും. പിന്നെ സിനിമ ഇതുണ്ടായിരുന്നു, ഫിലിം സൊസൈറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുവിധമുള്ള ക്ലാസിക്സ് എന്ന് നമ്മൾ പറയുന്ന എല്ലാ സിനിമകളും ഞാനും കണ്ടിട്ടുണ്ട്. സിനിമയുടെ ഒരു സംസ്കാരം ആ ലെവലിലുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് സിനിമ കാണുന്നത് ആരെങ്കിലും കാണാൻ പറയുമ്പോഴേ ഇപ്പോൾ കാണാറ്. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാണ് കനിയുടെ അല്ലാതെ? കിഷ്കിന്ധാകാന്ഡം അത് കണ്ട്, പിന്നെ പാരഡൈസ് കണ്ട്, ഉള്ളൊഴുക്ക് കണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒന്ന് രണ്ട് സിനിമ കണ്ടില്ല. കാണണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, കണ്ടില്ല. പാട്ടുകൾ കേൾക്കുന്ന കൂട്ടത്തിലാണോ? പാട്ട് കുട്ടിക്കാലം തൊട്ടാണെന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കാത്ത ദിവസം അല്ലെങ്കിൽ പാട്ട് കേൾക്കാതെ ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ പോലും പാട്ട് കേൾക്കുന്ന നിലവാരത്തിൽ പാട്ട് കേൾക്കുമായിരുന്നു. അത് 3-4 ഭാഷ അന്ന് റേഡിയോ സിലോണായിരുന്നു ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് റേഡിയോ തന്നെ വെച്ച് ട്രാൻസിസ്റ്റർ വന്നപ്പോൾ കൂടെ കൊണ്ട് നടന്ന് കേൾക്കുന്ന നിലവാരത്തിലായി. അപ്പോൾ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 4 ഭാഷയ്ക്കകത്ത് പാട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റെക്കോർഡ്സൊക്കെ മേടിക്കുകയും ടേപ്പ് റെക്കോർഡർ ഉണ്ടായപ്പോൾ ടേപ്പ് റെക്കോർഡർ മേടിച്ചിട്ട് പാട്ട് ലോകത്തിലുള്ള എല്ലാ മ്യൂസിക്കും സത്യത്തിൽ ഞാൻ കേൾക്കുമായിരുന്നു. വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു. പണം ഞാൻ ഭക്ഷണത്തിനുമുള്ള പണം തരുന്നത് വെച്ചിട്ട് റെക്കോർഡ് മേടിച്ച് കേൾക്കുന്ന തരത്തിലായിരുന്നു. അങ്ങനെ പാട്ട് കേൾക്കുന്നത്. പാട്ട് കേൾക്കാതെ എൻ്റെ ടേപ്പ് റെക്കോർഡ് ചീത്തയായി പോയി 96-ലോ 97-ലോ കണ്ട്. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ കഷ്ടിച്ച് ജീവിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ചീത്തയായുള്ള പുതിയൊരെണ്ണം മേടിക്കാൻ അന്ന് കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിനകത്ത് എൻ്റെ കാസറ്റുകളൊക്കെ ആൾക്കാരെടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ പാട്ട് കേട്ടിട്ടില്ല. ഇപ്പം പിന്നെ പാട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഫോണിനകത്തൊക്കെ പാട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ പഴയതുപോലെ പാട്ട് ഇപ്പോൾ കേൾക്കുന്നില്ല. ഒരു ദിവസം 1-2 പാട്ട് കേൾക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മറ്റേതങ്ങനെയല്ല. പാട്ട് ഒരു സൈഡിലുണ്ടാകണമായിരുന്നു. നമ്മൾ വായിക്കാനായാലും എഴുതാനായാലും ചിന്തിക്കാനായാലും പഠിക്കാനായാലും ഒക്കെ പാട്ട് പുറകിലുണ്ടായാലേ പഠിക്കത്തുള്ളായിരുന്നു. അതങ്ങ് പോയി. ആ നിലവാരത്തിൽ അത് ഈ പാട്ടുകൾ മാത്രമല്ല, സംഗീതം, ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്സ്, അത് ഹിന്ദുസ്ഥാനി,
കർണാടകം, ഇതെല്ലാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കർണാടക പാട്ടുകൾ കേട്ട് അതിൻ്റെ രാഗം പറയാൻ പറ്റുന്നിടത്ത് എത്തിയായിരുന്നു. അത്രയും കേട്ടിട്ടുണ്ട്. അതിനകത്ത് യേശുദാസിന് നല്ല കൈയുണ്ട്. യേശുദാസ് കർണാടകം പാടാൻ തുടങ്ങിയവള് നമ്മളതെല്ലാം പഠിക്കാൻ തുടങ്ങി, അങ്ങ് കേൾക്കാൻ. പിന്നെ യേശുദാസിൻ്റെ കർണാടക സംഗീതത്തിനേക്കാളും നല്ല കർണാടക സംഗീതക്കാരുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചു. നമുക്ക് അങ്ങനെയല്ലല്ലോ, യേശുദാസ് പാടുന്ന പോലായിരുന്നു പാട്ടെന്ന് വിചാരിക്കുന്ന ഒരു സമയമൊക്കെ. ആ ഒരു മാറ്റം പാട്ടിനകത്ത് കേൾക്കുന്നതിനകത്തും ഈ സംഗീതം ആസ്വദിക്കുന്നതിനകത്തും കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും പിന്നെ ഈ ഡോക്യുമെൻ്ററികൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗം എങ്ങനെയാണ് ഇപ്പോൾ? സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ കുറവായി. മറ്റേ 2008 ഞാൻ ഫേസ്ബുക്കിൽ ചേർന്നിട്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിനകത്ത് ചേരുന്നത് പടമിടാനായിരുന്നു. ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പടങ്ങൾ ഇടാനുള്ള ഒരു സ്ഥലം എന്നുള്ള നിലവാരത്തിലായിരുന്നു. അപ്പോൾ പടങ്ങളിടുന്ന ഒരു ഇതുകൊണ്ട് ഫോട്ടോഗ്രാഫറായിട്ടായിരുന്നു ഫേസ്ബുക്കിലുള്ളവർ എന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ലോകവ്യാപകമായ ഫോട്ടോഗ്രാഫി ക്ലബ്ബുകളിലെല്ലാം ചേരുകയും അവിടെ എല്ലാം പടമിടുകയും അവിടെ നിന്നുള്ള ആൾക്കാരെ മുഴുവനും എൻ്റെ ഫ്രണ്ട്സ് ആക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നാട്ടിലുള്ള ആൾക്കാർ വളരെ കുറച്ച് പേരെ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഫ്രണ്ട്സായിട്ട് ആവശ്യപ്പെട്ടവരെല്ലാം ഞാൻ ചേർത്ത് 5000 ആയപ്പോൾ അതിൻ്റെ ലിമിറ്റായി അങ്ങനെ നിന്നുപോയി. ആദ്യം എനിക്ക് തോന്നുന്നു 2008 ഞാൻ തുടങ്ങിയെങ്കിൽ 2010 ആയപ്പോഴത്തേന് തന്നെ നിറഞ്ഞ് 5000 പേരുമായിരുന്നു. അതിനകത്തൊരു 2000 ചില്ലുവാനം പേര് കേരളത്തിന് പുറത്ത് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൻ്റെ തീമിന് വിരുദ്ധമായിട്ടായിരുന്നു. അവരാണെങ്കിൽ പരിചയമുള്ളവരെ ചേർക്കാൻ വേണ്ടിയാണ് അവരത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പരിചയമില്ലാത്തവരായിരുന്നു ചേർത്തിട്ടുള്ളത്. അങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫിയുടെ അതിൻ്റെ മേളിൽ കമൻ്റ് എഴുതുക എന്നാണ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ചിലപ്പോൾ ഒരു കമൻ്റ് ആരുടെയെങ്കിലും വരും. അപ്പോൾ അതിൻ്റെ മേളിൽ ഞാൻ അങ്ങനെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ല.